ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദിയാസനയുടെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിൽ ദിയാസന പറയുന്ന ഒന്ന് കേട്ടു നോക്കൂ. ഹലോ എവ്രിവൺ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയും എൻ്റെ ചുറ്റുപാടുള്ള ആളുകളും എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ്. എന്ത് തന്നെ ആയാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന മനുഷ്യർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെ അനുസരണയില്ലാതെ ജീവിക്കുന്നതും ശരിയായ രീതിയല്ല. അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് പഠിച്ചുകൊണ്ട് വന്നു. കാരണം എനിക്ക് എന്ത് തോന്നുന്നു അതൊക്കെ ചെയ്യുന്ന ഒരാളും കൂടി തന്നെയായിരുന്നു ഞാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടിട്ടും ആളുകളെ പോയി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ടും ഇത്രയും അപവാദവും അപരാധവും കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര സൂപ്പർ അന്തസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഏത് മീഡിയകൾ വന്നു കഴിഞ്ഞാലും റസുൽ പൂക്കുട്ടിയും സജനയുമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ സംബന്ധിക്കുന്ന രേഖകൾ കൈമാറുന്നതാണ്. അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസും കൂടി ഞാൻ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു ആ വിഷയം എന്നുള്ളത്. കാരണം എനിക്ക് ഇനി കൂടുതൽ ഇതിൻ്റെ പുറകിൽ സംസാരിക്കാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിലുള്ള എല്ലാവരും എന്നോട് ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെടും. കാരണം ഓൾറെഡി എന്നോടിപ്പം റീസെൻ്റ്ലി പോലും ഇട്ട വീഡിയോയ്ക്ക് എന്നോട് പറഞ്ഞത്, നീ വീഡിയോ ഇടരുത്, നിർത്തിക്കോളൂ, കാരണം ഈ സ്ത്രീക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നമാണ്. ഇവളിങ്ങനെ ഒരുപാട് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇവൾ ഇനിയും പറയും. അപ്പോഴത്തേക്ക് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. സത്യസന്ധമായി പറയട്ടെ, ഇവൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് പറയാൻ എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. എൻ്റെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇവർ പറയുന്ന പോലെ അങ്ങനെ നോക്ക് ഇങ്ങനെ നോക്ക് ഇതൊന്നുമല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. എന്തുണ്ടെങ്കിലും ഞാൻ പ്രൂഫ് ഉൾപ്പെടെ എല്ലാ മീഡിയകൾക്കും തന്നിട്ടേ ഉള്ളൂ. അപ്പം എന്തുണ്ടെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ്സുകളെല്ലാം ഞാൻ കൈമാറുന്നതായിരിക്കും. കൂടുതൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സജന നൂർ വിഷയത്തിൽ ഇരിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരു തരം നാറ്റം പിടിച്ച അവസ്ഥ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ബന്ധപ്പെട്ടും പോയി പടച്ചോനെ എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യൻ്റെ. അതായത് ഇത്രയും ഒരു കേസിനകത്തായിപ്പോയല്ലോ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഉള്ളൊരു ജേർണിന്ന് ആലോചിക്കുമ്പം സത്യം പറയാം, എനിക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം തോന്നുന്നുണ്ട്. ഉള്ളത് പറയാമല്ലോ, നമ്മളിപ്പോൾ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി എന്ത് വേണമെങ്കിലും അവർ കിടന്ന് വെല്ലുവിളിക്കട്ടെ. പിന്നെ അവർ പറഞ്ഞ ആരോപണം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കണമെങ്കിൽ എനിക്കെതിരെ ഏത് നിയമ നടപടി എടുത്തു കഴിഞ്ഞാലും ഞാൻ അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. എനിക്കെതിരെ പ്രശ്നങ്ങൾ വല്ലതും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കുറ്റക്കാരിയാണോ അല്ലെങ്കിൽ ഒരു തെറ്റുകാരിയാണോ, ഞാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ദോഷം തരുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാളാണെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉള്ള തോന്നലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്ത് എനിക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. പിന്നെ സജനയോട് മാത്രമായിട്ടൊരു കാര്യം കൂടെ പറയുന്നത്, സജന കേസ് കൊടുത്തതിന് ഇപ്പോൾ സഹകരിക്കും. സജന വീട് മാറി ഗേറ്റും പൂട്ടിയിട്ട് പോയി വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കാതെ സജന അന്വേഷിച്ചിട്ട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ട്. സജന ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യൂ. തൽക്കാലം ഇതൊന്നും നീ ചെയ്തില്ലെങ്കിലും നിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ വഴിക്ക് നീങ്ങിക്കോളും. അപ്പം ഞാനിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നതല്ല. അപ്പം എന്താന്ന് വെച്ചാൽ ആവട്ടെ, മരിക്കുന്നത് വരെയും ഞാനും കൂടെ ഒന്ന് പറയട്ടെ, മരിക്കുന്നത് വരെയും ഞാൻ ഒട്ടും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടിങ്ങിൽ. കുറേ ആൾക്കാർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ യൂട്യൂബേഴ്സിന് ചിലപ്പോൾ നഷ്ടമായിരിക്കാം. ബട്ട് നിങ്ങളൊക്കെ പേഴ്സണലി വരൂ. നിങ്ങൾക്ക് ഇനിയും കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഞാൻ തരാം. ഓക്കെ, അതോടൊപ്പം ഞാനൊരു കേസും കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ താങ്ക് യു ഗൈസ് വൺസ് അഗൈൻ. കാരണം ദിയാസന ഇനിയൊരു വീഡിയോ സജന നൂറിനെ കുറിച്ച് ചെയ്യുകയില്ലെന്നും അത് തൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം തന്നോട് പറഞ്ഞു ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയല്ല എന്നും. അതിനാൽ താനിത് സജന നൂറിനെ കുറിച്ചുള്ള ലാസ്റ്റ് വീഡിയോ ആണെന്നും ഇനിയും താൻ ലീഗലായി നീങ്ങുകയാണെന്നും ദിയാസന പറയുന്നു. തന്നെയുമല്ല, കൂടുതൽ തെളിവുകൾ പൂക്കുറ്റിച്ചേട്ടനെ കുറിച്ചും സജന നൂറിനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ താനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ അവർക്ക് നൽകുന്നതാണെന്നും വ്യക്തമായ പ്രൂഫോടുകൂടി നൽകുന്നതാണെന്നും ദിയാസന പറയുന്നുണ്ട്. അല്ലാതെ താൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇനിയൊരു വീഡിയോ
തുടർന്ന് ചെയ്യുകയില്ലെന്നും ദിയാസന പറയുന്നു. അപ്പോൾ ദിയാസനയുടെ ഈ വീഡിയോ ഇവിടം കൊണ്ട് തീരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സജന നൂർ വീണ്ടും വീഡിയോയുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.